പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ഫലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. അമൃതാത്മാക്കളെ, മനുഷ്യൻ ശാസ്ത്രത്തിൻ്റെ പിന്നാലെ പോകുന്നതും മതങ്ങളുടെ പിന്നാലെ പോകുന്നതുമെല്ലാം ഏതോ അജ്ഞാത ലോകത്തറിയപ്പെടാതിരിക്കുന്ന ഒരു ശാന്തിയെ തേടി തന്നെയാണെന്നാണ് ധാരണ. അത് ശരിയാണെങ്കിൽ വിഷയം അതുതന്നെയാകാം എന്ന് വിചാരിക്കുകയാണ്. ശാന്തി അന്വേഷിച്ചു പോയ മനുഷ്യൻ നിരന്തരമായി ശാന്തിയെ ഭഞ്ജിക്കുകയും നിരന്തരമായി സ്വയം സംഘർഷത്തിലേർപ്പെടുകയും നിരന്തരമായി അന്യരെ സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നുള്ള വസ്തുത അവൻ അറിയുകയോ അറിയാതിരിക്കുകയോ ചെയ്യുമ്പോഴും മോചനമില്ലാതെ തുടരുന്നു. അത് ഉപജീവിച്ചൊരു വിഷയമാകാം എന്നാണ് വിചാരിക്കുന്നത്. വിഷയം നിങ്ങൾക്ക് പഥ്യമായെങ്കിൽ നമുക്ക് തുടരാം. വിഷയത്തിന് സാർവകാലിക പ്രസക്തിയും സാർവജനീനമായ നിലയും ഉണ്ടെങ്കിൽ അത് പഠനീയമാണ്. കുടുംബവും കൂട്ടായ്മയും ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും തൊഴിലും എല്ലാം മനുഷ്യൻ്റെ ഒരു ചെറിയ ചലനം പോലും അവൻ ആഗ്രഹിക്കുന്നത് ശാന്തിയെ പ്രദാനം ചെയ്യണമെന്നും അവാച്യമായൊരു അനുഭൂതി അനുഭവിക്കണമെന്നും ആണെങ്കിൽ എത്ര അറിയുന്നുവോ, എത്ര കൂടുന്നുവോ, എത്ര കർമ്മരംഗങ്ങളിൽ ഏർപ്പെടുന്നുവോ അത്രത്തോളം അവൻ്റെ ശാന്തി ഭഞ്ജിക്കപ്പെടുകയും അത്രത്തോളം തന്നെ അശാന്തനായ അവൻ ലോകത്തിന് അശാന്തിയെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അത് ചെയ്യുമ്പോഴും താനതറിഞ്ഞാലും താനതറിയാതിരുന്നാലും അതിൽ നിന്ന് മോചനമില്ലാത്ത ഈ കാളിനാടകം തുടരുന്നു. നാരായണ ഗുരുദേവൻ്റെ സുപ്രസിദ്ധമായ ഒരു കൃതിയുടെ പേര് ചേർത്തുകൊണ്ടാണ് പറഞ്ഞത് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അത് ശരിയാണെങ്കിൽ ആ വിഷയത്തെ ഉപജീവിച്ച് ഒരു ക്ലാസ്. ശരിയായിരിക്കുമോ? ശരിയല്ലെങ്കിൽ
സാർവകാലികമല്ല വിഷയമെങ്കിൽ, സാർവജനീനമല്ലെങ്കിൽ മറ്റൊരു വിഷയം നമുക്ക് തിരഞ്ഞെടുക്കാം. എങ്ങനെ തോന്നുന്നു? കൊള്ളാവുന്ന വിഷയമാണ്. ഒരു സാർവകാലിക പ്രസക്തിയുണ്ട്. കാരണം പുലർന്നെഴുന്നേറ്റാൽ എല്ലാ മനുഷ്യനും ഉറങ്ങാൻ കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവൻ്റെ ജാഗ്രത്തിൻ്റെ അഭിമാനത്തിൽ സ്വപ്നമായി കാണുന്നതായി പറയുന്നത് അത്രയും തൻ്റെ ദിനങ്ങൾ ശാന്തം സുന്ദരമായിരിക്കണം എന്ന് തന്നെയാണ്. തൻ്റെ നാടും കൂടും വീടും വിട്ട് ഗ്രാമസൗഭാഗ്യങ്ങൾ തേടിയും വനഭംഗി തേടിയും പോകുന്ന യാത്രക്കാരെല്ലാം അല്പനേരത്തേക്ക് അനുഭവിക്കുന്നത് ശാന്തിയാകൊണ്ട് അവിടെ എവിടെയെങ്കിലും ഒരു കുടില് കെട്ടി ജീവിച്ചാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കാറുണ്ട്. ശരിയല്ല. അപ്പം നിങ്ങളിൽ പലരും പല സ്ഥലങ്ങളിൽ നിന്ന് ഓടി തൊടുപുഴ എത്തിയിരിക്കുന്നവരാണ്. ഇവിടെ വന്ന് തൊടുപുഴയാറ്റിൽ കുളിക്കുകയും കുറച്ച് ഗ്രാമീണമായ സ്ഥലങ്ങൾ കാണുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് തോന്നുക സിറ്റിയുടെ തിരക്കിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ശാന്തമായി ഇങ്ങനെ ഇരിക്കണമെന്നാണ്. തൊടുപുഴക്കാർ ഇവിടെ നിന്ന് കുറച്ചുകൂടെ ഇടുക്കിയുടെ വന മേഖലകളിലേക്ക് എത്തുമ്പോൾ അവരും പറയുക ഇതിലും ഭേദം അതാണെന്നാണ്. പക്ഷെ അവിടെയൊക്കെ നിങ്ങൾ താമസിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നിരന്തരമായ കർമ്മപദ്ധതികളിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒട്ടൊക്കെ അറിഞ്ഞും ഒട്ടൊക്കെ അറിയാതെയും ഈ ശാന്തി ഇല്ലാതാകുന്നു എന്നത് വസ്തുതയായിരിക്കുമോ? അല്ല. നിങ്ങളുടെ വൃത്തികളും വാസനകളും ഉയർന്നു വന്ന് ചുറ്റുപാടുകളോട് പരിചയപ്പെടുന്നതുവരെ മാത്രം അനുഭവിക്കുന്ന ഒന്നായിരിക്കുമോ ഈ ശാന്തി? അതല്ല, ആ ചുറ്റുപാടുകളിൽ കിടക്കുന്ന ഒരു അശാന്തിയെ നിങ്ങൾ കണ്ടെത്തി നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ശ്രമിക്കുന്നതായിരിക്കുമോ നിങ്ങളുടെ ശാന്തിയോടുള്ള ആഗ്രഹം? ചോദ്യം രണ്ടാണ്. ഒന്ന്, അശാന്ത സങ്കീർണങ്ങളായ ചുറ്റുപാടുകളിൽ ശാന്തി ആഗ്രഹിക്കുന്ന ഉത്തമനായ മനുഷ്യൻ അവൻ്റെ ഉത്തമമായ ജീവിതത്തിനിടയിൽ യാദൃച്ഛികമായി പെട്ടുപോകുമ്പോഴും തൻ്റെ ചുറ്റുപാടുകളെ ശാന്തിതമാക്കി തീർത്ത് തൻ്റെയും ചുറ്റുപാടിൻ്റെയും ശാന്തി അന്യർക്കുകൂടി പ്രയോജനപ്രദമാകുമാറ് നൽകുവാൻ ശ്രമിക്കുന്നതായിരിക്കുമോ? എന്നിട്ടും ആ അശാന്തിതമായ ചുറ്റുപാട് തൻ്റെ മേൽ അക്രാമികമായി കയറി വീണ് തന്നെ അശാന്തമാക്കുന്നു എന്നുള്ളതായിരിക്കുമോ വസ്തുത? അതല്ല, അശാന്തമായ തൻ്റെ പ്രകൃതം ചുറ്റുപാടുകൾക്കുമേൽ അക്രാമികമായി ഇടപെട്ട് ചുറ്റുപാടുകളെ കൂടി അശാന്തമാക്കുന്നതായിരിക്കുമോ വസ്തുത? അതല്ല, രണ്ടും മാറി മാറി സംഭവിക്കുന്നുണ്ടോ? ഒരു പുനരീക്ഷണത്തിനും ഒരു പുനർവായനയ്ക്കും ഒരു പുനർപഠനത്തിനും ആത്മനിഷ്ഠമായും വസ്തുനിഷ്ഠമായും തയ്യാറാകാവുന്ന ഒരു പഠനം ഇതുകൊണ്ടുണ്ടാകുമെങ്കിൽ നമുക്ക് തുടരാം.
ശീല് നിങ്ങൾക്ക് പഥ്യമായെങ്കിൽ ആ പഠനശീലുകളിൽ നിന്ന് ഒരു ശീലമുണ്ടാകാൻ ഇടയുണ്ടാകുമെങ്കിൽ ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വിഷയം നമുക്കൊന്ന് മാറ്റാം. ചോദ്യത്തിൻ്റെ രണ്ട് ഭാഗം മനസ്സിലായോ എന്നെനിക്ക് സംശയമുണ്ട്. പക്ഷെ ഇത് തന്നെ മതി, അതുറച്ചു. രാവിലെ വിഷയം വലിയ തകരാറില്ല. ഇതിലെ രണ്ട് ഭാഗം, വിഷയം രണ്ടായി പിരിയുന്നത് മനസ്സിലായി. ഞാൻ എന്നും എൻ്റെ ചുറ്റുപാടുകളെന്നും രണ്ട് അക്ഷങ്ങളുള്ളതാണ് ലോകം. എൻ്റെ ചുറ്റുപാടെന്നതിൽ സസ്യങ്ങളും ജന്തുക്കളും സമഗ്രമായി ഉൾക്കൊള്ളുന്ന ആകാശവും വായുവും പൃഥ്വിയും ജലവുമെല്ലാം ചുറ്റുപാടുകളായി ഉൾക്കൊള്ളുന്ന പക്ഷികളുടെ കളകൂജനങ്ങളും കുട്ടികളുടെ കുസൃതികളും കരച്ചിലുകളും കുടുംബാംഗങ്ങളുടെ പിടിവാശികളുമെല്ലാം ഉൾക്കൊള്ളുന്ന വിശാലവും വിപുലവുമായ ഒരു ചുറ്റുപാട് ഭാവന ചെയ്യണം. നർമ്മസല്ലാപങ്ങളും സംഗീത സപര്യകളും കലാമർമ്മജ്ഞതകളും സാഹിത്യ ചർച്ചകളും പരദൂഷണങ്ങളും പരപ്രേരിത കർമ്മങ്ങളും സ്വനിശ്ചിത കർമ്മങ്ങളും എല്ലാം അടങ്ങുന്ന വിപുലവും വിശാലവുമായ ഒരു മാനവ ചുറ്റുപാടിനെ ഭാവന ചെയ്യണം. അത്രയുമാവാം. അതിൻ്റെ നടുക്ക് ശാന്തി മാത്രം ആഗ്രഹിക്കുന്ന മനുഷ്യനായി നിങ്ങൾ നിങ്ങളെ ആദ്യം കാണുക. ശാന്തിതമായ നിങ്ങളുടെ നിസ്സംഗവും നിർമ്മമവും നിരീഹവുമായ ഏകദാനതയിൽ നിന്ന് ചുറ്റുപാടുകളിലേക്ക് നിങ്ങൾ വീഴുകയോ നിങ്ങളിലേക്ക് ചുറ്റുപാടുകൾ പതിക്കുകയോ ചെയ്യുന്ന അധ്യാസത്തിൻ്റെ രണ്ട് ശ്രേണികൾ ചിന്താപൂർവം നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ വച്ചു നോക്കണം. നിങ്ങൾ ചുറ്റുപാടുകളിലേക്ക് ചെന്നു ചേരുമ്പോഴും നിങ്ങളിലേക്ക് ചുറ്റുപാടുകളെ ആവാഹിച്ചെടുക്കുമ്പോഴും ആ ചേർക്കലിൽ നിങ്ങൾക്കോ ചുറ്റുപാടുകൾക്കോ സാങ്കല്പികമായ തലവും വസ്തുനിഷ്ഠമായ ചേരലും എന്ന രണ്ട് ഭാവങ്ങളുണ്ടോ എന്നും വസ്തുവായി തന്നെ ചേരുകയാണോ, ചേർച്ചയോടുകൂടി പരിണമിക്കുകയാണോ, ചേരുന്നതിന് മുമ്പ് സങ്കല്പിച്ച് പരിണമിപ്പിക്കുവാൻ ശ്രമിക്കലാണോ, ശ്രമിച്ച് പരാജയപ്പെടലാണോ, ഇതെല്ലാം ചേർത്തു വച്ച് ആദ്യമൊരു സൈദ്ധാന്തിക അന്വേഷണം നടത്തണം. കാര്യമേതാണ്ട്
മനസ്സിലായി എങ്കിൽ നിങ്ങളിലേക്ക് വസ്തുക്കളെ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്നതിന് മുമ്പ് നിങ്ങളിൽ ഉൾക്കൊള്ളുന്ന വിധം, ഉൾക്കൊള്ളുന്നവയും ഉൾക്കൊള്ളാത്തവയുമായവയെ രൂപപ്പെടുത്തുന്ന ഒരു കരം നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കണം. രൂപപ്പെടാൻ വിസമ്മതിക്കുന്നവയോട് രൂപപ്പെടുത്തിയേ അടങ്ങൂ എന്ന നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ അശാന്തിയുടെ തീരങ്ങളിൽ അശാന്തിയുടെ ഗൗരവാവഹങ്ങളായ സങ്കേതങ്ങൾ സംജാതമാകുന്നുവോ എന്ന് പേർത്തും ആലോചിക്കേണ്ടതാണ്. രണ്ടായി പിരിയുന്ന പ്രകൃതിയുടെ ഒന്നാം ഭാഗത്തിൻ്റെ ഉപാംഗങ്ങളെന്ന് വിളിക്കാവുന്ന വിസ്തൃതവും വിപുലവുമായ ലോകങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾ ചുറ്റുപാടുകളെ നിങ്ങളിലേക്ക് ഉൾക്കൊള്ളിക്കുവാൻ തുടങ്ങുമ്പോൾ അവയെ നിതാന്തമായൊരു പരിണാമത്തിന് വിധേയമാക്കുവാൻ നിർബന്ധ ബുദ്ധിയുള്ള നിങ്ങളുടെ കരാങ്കുലികൾ തയ്യാറെടുപ്പിക്കുന്നുണ്ടോ? അഥവാ അവ എങ്ങനെയോ അങ്ങനെ സ്വീകരിക്കുവാനും അങ്ങനെ പെരുമാറുവാനും അതിനോട് മല്ലടിച്ച് സ്വന്തം ഏകാഗ്രത നഷ്ടപ്പെടുത്താതിരിക്കുവാനും സ്വന്തം ശാന്തി അഭംഗുരം സൂക്ഷിക്കുവാനും സ്വായത്തമായ നന്മയെ കളയാതിരിക്കുവാനും മാനവന് ശേഷിയും ശേമുഷിയും ഉണ്ടാകാറുണ്ടോ? ഒന്നാം ഭാഗത്തിൻ്റെ ഒന്നാം ഭാഗത്തിലെ മറ്റൊരു ഒന്നാം ഭാഗം വിപുലപ്പെടുത്തിയാൽ ഇത്രയും ചോദ്യം ഉണ്ടാവും. മനസ്സിലായെങ്കിൽ ഞാൻ തുടരാം. ചിത്രത്തിൽ എഴുതിയ പോലെ ഇരിക്കുന്ന നിങ്ങൾ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലായതുകൊണ്ടുള്ള നിശബ്ദതയോ വിഷയഗൗരവം നിങ്ങളുടെ ശാന്തിയെ ഭഞ്ജിച്ചതുകൊണ്ടുള്ള നിശബ്ദതയോ എന്നെനിക്ക് നിശ്ചയമില്ല. രണ്ടും ഉണ്ടാകാമല്ലോ അല്ലേ? രണ്ടും ഉണ്ടാകാമല്ലോ. ആണോ? മെല്ലെ ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം വീട്, കുടുംബം, വീട്ടംഗങ്ങൾ, പാത്രങ്ങൾ, പാചകങ്ങൾ, പശുക്കൾ, അയൽവക്കങ്ങൾ, അവിടുത്തെ സാധനങ്ങൾ, പോകുന്ന യാത്രകൾ, യാത്രക്കിടയിലെ വസ്തുക്കൾ, കാണുന്നതും കേൾക്കുന്നതുമായതെല്ലാം, ഇന്ദ്രിയങ്ങൾ ഏതെല്ലാം വിഷയങ്ങളോട് ബന്ധപ്പെടുന്നുവോ ആ പ്രകൃതത്തെ മുഴുവൻ ഇന്ദ്രിയം കണ്ടെത്തിക്കഴിഞ്ഞാൽ അപ്പോൾ മുതൽ ഭാര്യയായി, ഭർത്താവായി, മകളായി, മകനായി, അച്ഛനായി, അമ്മയായി, ചുറ്റുപാടുകളായി പ്രതീതങ്ങളാകുന്ന സമസ്ത വിഷയങ്ങളുമായും താതാത്മ്യം പ്രാപിക്കുവാൻ വെമ്പുന്നൊരു മാനവൻ ആ കാണുന്ന പ്രകൃതത്തെ മുഴുവൻ തൻ്റെ സങ്കല്പത്തിന് അനുസരിച്ച് തന്നിൽ ഉൾക്കൊള്ളും വിധം തൻ്റെ വലിപ്പത്തിനനുസരിച്ച് അതിനെ ചെറുതോ വലുതോ ആക്കി പരിണമിപ്പിച്ച് തന്നിലേക്ക് ഉൾക്കൊള്ളിക്കുവാൻ ശ്രമിക്കുന്ന ശ്രമത്തിനിടയിൽ അതുമായി ഏറ്റുമുട്ടുന്ന ഒരു പ്രകൃതത്തിൽ തന്നോട് വഴങ്ങാത്തവയെ വഴക്കിയെടുക്കുവാനുള്ള നിസ്സീമമായ സംഘർഷം അതായിരിക്കുമോ വസ്തു തന്നിലേക്ക് കയറാൻ ശ്രമിക്കുന്ന വേളകളിൽ അത്രയും സംഭവിക്കുന്ന അശാന്തി എന്നാണ് ഒന്നാം ഭാഗത്തെ ക്രോഡീകരിച്ചു കൊണ്ടുവന്ന് പറഞ്ഞാൽ ചോദ്യമായി അവശേഷിക്കുന്നത്.
മനസ്സിലായോ എന്നറിയില്ല. പിടികിട്ടിയോന്നറിയില്ല. അങ്ങനൊന്നുണ്ടോ? അങ്ങനൊന്നുണ്ടോ ജീവിതത്തിൽ? അങ്ങനെയുള്ളൂ. ഈ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ഉള്ളിടത്ത് ചോദ്യം ബാക്കി വരികയാണ്. ഇങ്ങനെ ഇവയെല്ലാം തന്നിലാക്കണമെന്ന് നിർബന്ധമുള്ള ഒരഹംബുദ്ധി വൃത്തിദ്വാര പ്രവർത്തിക്കുന്നിടത്ത് ഏത് സങ്കേതത്തിലൂടെ ശാന്തി വരുമെന്ന് കൃത്യമായി അറിയാതെ ശാന്തി ആഗ്രഹിക്കുമ്പോഴും അശാന്തിയുടെ ഈ പശ്ചാത്ഭൂമി തയ്യാറെടുപ്പിക്കുമ്പോൾ സ്നേഹം, മമത, കാരുണ്യം, സഹവർത്തിത്വം, വിശാലങ്ങളായ നൂറുകണക്കിന് പാരസ്പര്യങ്ങൾ, ഇവയ്ക്കൊക്കെ എന്ത് അർത്ഥവും എന്തു വ്യാപ്തിയും ഉണ്ടായിരിക്കും. അവയെല്ലാം അർത്ഥശൂന്യമായ ഒരു സങ്കല്പമായി അവശേഷിക്കുകയില്ലേ? ഒന്നാം ഭാഗം ഹേതു, സ്വരൂപം, ഫലം എന്ന മൂന്നവസ്ഥയിൽ ഏതൊന്നിൻ്റെയും ഹേതുവിചിന്തനം, സ്വരൂപവിചിന്തനം, ഫലവിചിന്തനം ഇങ്ങനെ മൂന്നായി ചിന്തിക്കുകയാണെങ്കിൽ ഏത് ഇന്ദ്രിയങ്ങളുള്ള മനുഷ്യനും ഒരിന്ദ്രിയം ധാരാളം മതിയാകും ഈ വിഷയങ്ങളെല്ലാം അകത്തേക്ക് കയറിപ്പോകാൻ. മനസ്സിലായില്ല? 5 കവാടങ്ങളും മലർക്കത്തുറന്നിട്ടിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 5 ഇന്ദ്രിയങ്ങളായ കവാടങ്ങൾ വഴിയും വിഷയവ്യാപാരങ്ങൾ അത്രയും തന്നിലേക്ക് കടന്നു വരുമ്പോൾ ഇതം വൃത്തി മുതൽ അഹം വൃത്തി വരെയുള്ള പരിണാമത്തിനിടയ്ക്ക് അവയെ താൻ സങ്കല്പിക്കുന്നത് പോലെ അകത്താക്കാൻ ശ്രമിക്കുന്ന ഒരു മാനവൻ അതുമായി ഏറ്റുമുട്ടുമ്പോഴുണ്ടാകുന്ന അശാന്തിയും അഡ്ജസ്റ്റ്മെൻറ്റുമായുള്ള നിത്യജീവിതത്തിനിടയിൽ അവൻ്റെ പാരസ്പര്യങ്ങൾക്ക് മാതൃപുത്ര പാരസ്പര്യം, പിതൃപുത്ര പാരസ്പര്യം, ഭാര്യാഭർത്തൃ പാരസ്പര്യം തുടങ്ങിയ പാരസ്പര്യങ്ങൾക്ക് എന്തു പ്രസക്തി? അവൻ്റെ സമ്പാദ്യങ്ങൾ, അവൻ്റെ അധ്വാനം ഇവയ്ക്കൊക്കെ എന്തു പ്രസക്തി? അവൻ്റെ സഹവർത്തിത്വത്തിനും കൂട്ടായ്മയ്ക്കും സാമൂഹ്യ പ്രവർത്തനത്തിനും ഒക്കെ എന്തു പ്രസക്തി? ഇത് തിരിച്ചറിയാതെ അവൻ്റെ ആശ്രമധർമ്മങ്ങൾക്ക്, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം തുടങ്ങിയ ആശ്രമധർമ്മങ്ങൾക്ക് എന്തു പ്രസക്തി ജീവിതത്തിൽ? ഇതിനെപ്പറ്റി അല്പം പോലും ചിന്തിക്കാതെ ആരോ എപ്പോഴെങ്കിലുമൊക്കെ രൂപപ്പെടുത്തിയെടുത്ത പാരമ്പര്യപരവും പാരമ്പര്യേതരങ്ങളുമായ അനുഷ്ഠാന സമ്പ്രദായങ്ങൾക്ക് എന്തു പ്രസക്തി? ഇങ്ങനെ നിലകൊള്ളുന്ന ഒരു മാനവന് മുമ്പിൽ സൈദ്ധാന്തികമായി രൂപപ്പെടുത്തിയിട്ടുള്ള ഭൗതിക ശാസ്ത്ര വിജ്ഞാനങ്ങൾക്ക് എന്തു പ്രസക്തി? ഈ ചോദ്യത്തിലേക്ക് പോയാൽ നമ്മൾ ഒരുപാട് ദൂരം പോകേണ്ടി വരും. അതുകൊണ്ട് അത് ചോദ്യമായി തന്നെ അവശേഷിക്കട്ടെ. ഉത്തരം നിശബ്ദതയിൽ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഞാൻ സന്തുഷ്ടനുമാണ്.
മുന്നോട്ടുള്ള ക്ലാസ് കഴിയുമ്പോൾ. മറ്റത് അപഗ്രഥിക്കാൻ പോയാൽ വൃഥാ വ്യായാമമായി തീരുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ചോദ്യം നിങ്ങളിൽ തന്നെ നിക്ഷേപിച്ച് ഞാൻ നിരുപാധികം അതിൽ നിന്ന് പിൻവാങ്ങുന്നു, നിശബ്ദമായി. അതാണ് നിങ്ങളെ കൂടുതൽ അശാന്തമാക്കാനുള്ള നടപടിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉള്ളിൽ തട്ടുന്നുണ്ടാവുമെന്നാണ് എൻ്റെ ധാരണ. എവിടെയൊക്കെയോ ഉള്ളിൽ ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ നിരുപാധികം പിൻവാങ്ങുകയാണ്. കാരണം ശാന്തമായൊരു മനസ്സോടുകൂടി മാത്രം കടന്നു പോകേണ്ട ഒരാന്തരിക ദ്വാരമുണ്ട്. ബാഹ്യ കവാടങ്ങളെല്ലാം മലർക്ക തുറന്നു കിടക്കുമ്പോൾ വിഷയലോകമെല്ലാം അതിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ ഏത് മനുഷ്യനും ഏത് ഔന്നത്യത്തിലും അഹന്തയിലാണ്ട് അതിനെ തൻ്റെ ഇച്ഛാസ്വരൂപത്തിലൂടെ തന്നിലാക്കാൻ ശ്രമിക്കുമ്പോൾ തുറക്കേണ്ട ഒരേ ഒരു കവാടം ഭദ്രമായി അടച്ചുപൂട്ടി അത് തുറക്കുവാനുള്ള താക്കോൽ യാത്രയ്ക്കിടയിൽ മറഞ്ഞ വഞ്ചിയിൽ മറിയുമ്പോൾ ജീവൻ രക്ഷിക്കാൻ ഓടുന്നതിനിടയിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് താൻ മറന്നുപോയ തുറക്കേണ്ട വാതിലിൻ്റെ താക്കോൽ ബാഹ്യലോകത്ത് തേടിക്കൊണ്ട് നിരന്തരമായി നടത്തുന്ന സംക്ഷോഭമെന്നല്ലാതെ ഏതെങ്കിലും ഒരനുഷ്ഠാനത്തിനോ ഏതെങ്കിലും അനുമേയമായ ഒരു സഹവർത്തിത്വത്തിനോ ഏതെങ്കിലും പ്രിയത്തിനോ ഏതെങ്കിലും പാരസ്പര്യത്തിനോ അർത്ഥമുണ്ടാകുമോ എന്നുകൂടി ചിന്തിക്കുവാൻ സങ്കേതം നിങ്ങൾ സ്പർശിച്ചുവെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട്. മനുഷ്യൻ പലപ്പോഴും പലതും മറക്കാറുണ്ട്. അവൻ്റെ രക്ഷയുടെ കവാടം തുറക്കുന്ന താക്കോൽ നടുക്കടലിൽ വെച്ച് നഷ്ടപ്പെട്ടാൽ മനസ്സിലായില്ല. അത് തേടിയുള്ളൊരു യാത്ര എന്നതിനപ്പുറം അവൻ്റെ സംക്ഷോഭങ്ങൾക്ക് പ്രസക്തിയുണ്ടായിരിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് നല്ലവണ്ണം ആലോചിച്ചിട്ട് ഒരു ഭാഗമേ ഞാൻ പറഞ്ഞുള്ളൂ. വിഷയങ്ങൾ അകത്തേക്ക് വരുമ്പോൾ രണ്ടാം ഭാഗം വിഷയങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അകത്തേക്ക് വരുമ്പോൾ വിഷയങ്ങളെ മാറ്റി സ്വീകരിക്കുവാനുള്ളൊരു വെമ്പലുണ്ട്.